ഹലോ, അപ്പോൾ ഇന്ന് വാട്ട ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പൂരിയും മുട്ടക്കറിയും കടലക്കറിയും വെള്ളയപ്പം ഉണ്ടായിരുന്നു. കൂടുതലൊരു ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് ഞങ്ങൾ റിസോർട്ടിൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റ് ഞാൻ അതിൻ്റെ മുകളിൽ കയറി കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി. അതിന് ശേഷം അവിടുത്തെ സ്കൈ വേയിൽ കൂടെ ഒക്കെ ഒന്ന് നടന്നതിന് ശേഷം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഒരു ചെറിയ തടാകം തന്നെയാണെന്ന് തോന്നുന്നു, അതൊക്കെ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നെസ്റ്റോയിൽ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. വിഷുവിൻ്റെ തലേന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പാർസൽ വാങ്ങിയിട്ട് വണ്ടിയിൽ നിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ബർഗറും ഒരു സാൻഡ്വിച്ചും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അതിനുശേഷം നേരെ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ ഈ ചുവന്ന ചക്ക, ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു സ്പെഷ്യൽ പേരായിരുന്നു. അപ്പോൾ ഇതിന് അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു പ്രത്യേക സ്മെല്ലും നല്ല പ്രത്യേക ഒരു രുചിയൊക്കെ ആയിരുന്നു. അങ്ങനെ അത് മുഴുവൻ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അമ്മേൻ്റെ കൂടെ നെയ്യപ്പം ചൂടാനാണ് കൂടിയത്. ഫസ്റ്റ് ഉദ്ഘാടനം തന്നെ ഞാനായിരുന്നു. ഫസ്റ്റത്തെ ഒരു 1-2 ചുട്ടതിന് ശേഷം ബാക്കി മുഴുവൻ അമ്മ തന്നെയായിരുന്നു ചുട്ട. അപ്പം നന്നായി വന്നായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ നെയ്യപ്പവും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിപാടി, നെയ്യപ്പത്തിൻ്റെ പരിപാടിയും പിറ്റേന്നേക്ക് വിഷുവിനുള്ള കുറച്ച് സാധനങ്ങളുടെ പരിപാടിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നറിന് വേണ്ടിയിട്ട് പിറ്റേന്നേക്ക് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഞങ്ങൾ തലേന്ന് മോരുകറി ഉണ്ടാക്കി വെക്കും വിഷുവിൻ്റെ തലേന്ന്. അപ്പം പിറ്റേന്നേക്കുള്ള മോരുകറി, അച്ചാറും പിന്നെ തിണ്ട മീൻ എന്നാണ് ഇതിന് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ മീനിന് പേര് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളിതിന് തിണ്ടമീൻ എന്ന് പറയും. തിണ്ടമീൻ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ വരട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിറ്റേന്നേക്ക് വേണ്ടി ചില്ലി ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കനും കൂടി ഉണ്ടായിരുന്നു.